സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തിരക്കോട് തിരക്കാണ്. ഇന്ന് ഞങ്ങളുടെ തിരക്കെന്ന് പറഞ്ഞാൽ സ്കൂളിൽ യൂണിഫോം അളവിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 10 മണി തൊട്ടിട്ട് 11 മണി വരെ ടൈലർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അളവ് എടുക്കാൻ വേണ്ടി. അപ്പോൾ വേറെ എവിടെയും പോകണ്ട, സ്കൂളിൽ തന്നെ ഒരു ടൈലേഴ്സ് വരും, അവിടെ നിന്ന് അളവ് എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിന്ന് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളവ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വരി നിൽക്കും. അതായത് അത്യാവശ്യം പാരൻസൊക്കെ ഉണ്ട് കുട്ടികളെയും കൊണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാത്തിൻ്റെ 2 ജോഡി യൂണിഫോം വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് വെക്കുന്ന ടൈപ്പാണ്, വണ്ണം വെക്കില്ല, പിന്നെ പെട്ടെന്ന് ഹൈറ്റ് വെക്കുക. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോമും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന തരത്തിൽ മാത്രമേ ഉള്ളൂ, അല്ല ഭയങ്കരമായിട്ട് ഉയരം വെച്ചതുകൊണ്ട് അത് വളരെയായിട്ട് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഇറക്കത്തിൽ തന്നെ തയ്ച്ചോളാനൊക്കെ ഞാൻ പറഞ്ഞു. അടുത്ത പ്രാവശ്യമാണെങ്കിലും നമുക്ക് അടുത്ത യൂണിഫോം കിട്ടുന്നവരെങ്കിലും ഉപയോഗിക്കാമല്ലോ, അങ്ങനെ കേട്ടോ. അപ്പോൾ അവന് വയറിങ്ങനെ ചുരുക്കി പിടിക്കാൻ പറഞ്ഞപ്പോൾ അറിയുന്നില്ല കേട്ടോ ചുരുക്കി പിടിക്കാൻ. അവൻ വല്ലാതെ വയറൊട്ടിയ പോലെ ഇരിക്കണം. ഒന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെയായി. പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരും മൈൻഡ് ചെയ്യണമൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാട്ടോ കയറിയത്, കാരണം അവിടെ എല്ലാവരും കയറിയിട്ട് ചെരുപ്പിട്ട് കയറിയിട്ട് ഭയങ്കര അഴുക്കായിരുന്നു. പിന്നെ ഒരു സ്കൂളല്ലേ, അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് പോകാമെന്നുള്ള എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് ചെരുപ്പ് ഊരിയുള്ളൂ. അപ്പോൾ നല്ല അഴുക്കുണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് തന്നെ പുള്ളിൻ്റെ സ്ഥിരമുള്ള ഊഞ്ഞാലാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലൊന്നും ശരിക്കും ഇതാവില്ല കേട്ടോ, ആൾ നീളം വെച്ചാലുകൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല. ഊഞ്ഞാലാട്ടം കുറച്ചൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ വന്നു കേട്ടോ. ഏട്ടൻ കയറിയില്ല, ഏട്ടൻ പുറത്ത് നിൽക്കുകയായിരുന്നു റോട്ടിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് പുറത്ത് പോകുന്നതിന് ശേഷമുള്ള പരിപാടിയാണ് കുറച്ച് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഈ നാളെ പാരൻസ് മീറ്റിംഗ്.